നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമുക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇത് മൂന്നാമത്തെ മൂക്ക്. ഇത്തവണത്തെ പൂരം എക്സിബിഷൻ ധന്യച്ച് തൂക്കിന്ന് മേട്ടുപാളയം ടൗൺ മുഴുവൻ കാണാൻ മോളിയും അയ്യോ ചോർന്നു തടയാനൊന്നും ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വേറൊക്കെ ചോർന്നു അല്ല ഛർദിക്കില്ല. ആ പ്രദേശം മുഴുവൻ പൂക്കുറ്റി പോലെ ക്രീം പോലെ ഇടുന്നുണ്ട്. എപ്പോഴും രണ്ടുപേരിപ്പം ഉണക്കമുന്തിരി നല്ലോണം ഇടുന്നുണ്ട്. ഒരു 5000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുതലാവും. മനുഷ്യൻ ചവിട്ടി പണിയെടുത്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനം ഇത്രയ്ക്ക് വിചാരിച്ചപ്പോ അല്ലട്ടാ ഗംഭീര ടേസ്റ്റാ. നമ്മുടെ ഈ മത്തങ്ങിലേ അല്ലാണ്ട് അവിടെ നിന്ന് പൊട്ടിച്ചു വന്നിട്ട് ഇപ്പോൾ ഒരു ആഴ്ചയായിട്ടുണ്ടാവും. ഇത് വരട്ടെ എനിക്കിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. പിന്നെ മിനിഞ്ഞാന്നാണ് ഞാൻ അല്ലാണ്ട് അവിടെ നിന്ന് നമ്മൾ അലുവി ഉണ്ടാക്കിയില്ലോ. അപ്പോൾ അലുവി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ മത്തങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഇതിനെ നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നമായിട്ട് നമുക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇതിലത്തെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞിട്ട് നമുക്കിത് കൂട്ടാൻ വെച്ച് നമുക്ക് ഇത് കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം ഉണ്ട് ഈ സാധനം. അതുകൊണ്ട് അലുവിയെ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം തന്നെ നമുക്ക് ഇതിന് തൂക്കം നോക്കിയോട്ടെ അത് എത്ര കിലോ ഉണ്ടെന്നിട്ട്. 700 കറക്റ്റ് 7.5 കിലോ. 7.5 കിലോ മത്തങ്ങയാണ് നമ്മളത് ഇവിടെ നിന്നിട്ട് ഞാൻ ഇത് നന്നാക്കാൻ പോകണം കേട്ടോ. നന്നാക്കി ആദ്യം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം. ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര രസമായി. അവിടെ കുടിലേക്ക് പോകണം, ഇവിടെ വേണം, ഇവിടെ വേണം, ഇവിടെ വേണം, എവിടെ വേണമെങ്കിലും നല്ല രസമായി. നമുക്ക് സരിത കടയിലേക്ക് പോയി സരിത ഇപ്പോൾ വരും. ഞാൻ എന്നോട് പറഞ്ഞേ ഈ സാധനം കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ഒന്ന് വേവിക്കുക, ഒരു വിസിലടുപ്പിക്കുക, വിസിലടുപ്പിച്ച് വെക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആയുധങ്ങൾ കേട്ടോ, നമ്മുടെ ആയുധങ്ങൾ പലക. ഇത്രയും വലിയ മത്തങ്ങ നമ്മൾ സദ്യകൾക്കൊക്കെ പണ്ട് കാലത്ത് സദ്യകൾക്കൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇപ്പോഴത്തെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ തുണി വയ്ക്കണ്ടേ ഇതിനെ പഴയ കട്ട് ചെയ്യാൻ പോലെ. നമ്മുടെ മൂർച്ച കൂട്ടുന്ന സാധനമാണ്. നമ്മുടെ ഇവിടുത്തെ ന്യൂ കേരള ഗിഫ്റ്റ് ഹൗസിൽ വാങ്ങിച്ചതാണ്. മൂർച്ചയോ എന്നിട്ടാവട്ടെ. അപ്പോൾ നമ്മുടെ മത്തങ്ങനെ എങ്ങനെ മുറിക്കണം എന്നറിയില്ല. കുമ്പളങ്ങ അല്ലാണ്ട് അവിടെ ഇതിങ്ങനെ കൊടുത്തിട്ടാണ്ട് നമ്മൾ സുഖമായിട്ട് മുറിച്ചു. എന്താ നല്ല മണം. ഇവനെ കുത്തി നിർത്തി നമുക്ക് തൊലി ചെത്തുക ആദ്യം തന്നെ. മത്തങ്ങയ്ക്ക് ചാലുണ്ട് കുമ്പളങ്ങ പോലെ. ഈ ഉപരിതലം ഒറ്റ നിരപ്പല്ല, ഇങ്ങനെ ചാലുകളാണല്ലോ. അപ്പോൾ നമുക്കിത് ചെത്താനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഭൂമിയുടെ ഷേപ്പ് തന്നെ അല്ലേ. തൊലി ചെത്തലൊരു കുമ്പളങ്ങ പോലെ എളുപ്പമല്ല എൻ്റെ തൊലി ചെത്തൽ. ഈ ഉള്ളിലത്തെ ആദ്യം പുറത്ത് ഓരോ സ്റ്റെപ്പാണ് ചെത്തിക്കളയുക. ഇത് ഉത്തര ധ്രുവം, ഇത് ദക്ഷിണ ധ്രുവം, ഇവിടെയാണ് അന്റാർട്ടിക്ക. ശരിക്കും ഭൂമിയുടെ ഏകദേശം ഒരു ഷേപ്പ് ഉണ്ട് കാണാൻ. തണ്ണിമത്തൻ പോലെ. ശരിക്കും ഇപ്പോൾ തണ്ണിമത്തൻ്റെ പോലെ. ഇതിൻ്റെ മത്തങ്ങര കുരു എത്ര വില പിടിച്ച സാധനം എന്നറിയും. ഇപ്പോൾ അതിൽ ജ്യൂസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഇടുന്നത്. ഇപ്പോൾ വേറെയും ഭീമ മത്തങ്ങയിൽ അല്ലാണ്ട് അവിടെ ഉണ്ടാവുണ്ട്. നമ്മുടെ പൂവ് ഇട്ടിട്ടില്ല ഇപ്പോൾ. അത് നമ്മളെ തൊലി ചേർത്തിട്ട് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ഇനി പിന്നെ നമുക്ക് മുറിക്കുക. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് നടുകൊണ്ട് പൊളിക്കുക. ഇതിൽ മത്തങ്ങര കുരു അത്രയ്ക്കധികം ഇല്ല ഞാൻ തോന്നുന്നു. അല്ല ഇങ്ങനെ കുരുകളുണ്ട്, നമുക്ക് എടുക്കാം. നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നത് മത്തങ്ങര കുരു. ഇടിവെട്ട് മഴ ഏത് നിമിഷം പെയ്യും. കുരു പാടില്ല. സംഗതി കുരു ഉണ്ടാവണം നല്ലതാ. വറുത്ത കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അലുവയിൽ കടിക്കാം. അതായത് പച്ചക്കുരു ആയിരിക്കില്ലോ, നല്ല ഭംഗിയില്ല സ്വർണ്ണ കളർ. നമുക്ക് നുറുക്കാൻ എളുപ്പമാണ്.
നമ്മളൊരു കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ എടുത്തു. ഈ പാത്രം നിറഞ്ഞു. കുക്കറിലാകുമ്പോഴേ 2 പ്രാവശ്യമായിട്ട് വേവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒറ്റ പ്രാവശ്യത്തിൽ കൊള്ളില്ല. ഇത് അത്ര വലിയ കുക്കർ നോക്കില്ല. ഒരു അതിലിട്ടൊന്ന് വെറുതെ ഒന്ന് കഴുകുക. നമ്മൾ വേവിക്കുന്നത് ഇതിവിടെ എല്ലാ സൗകര്യങ്ങളുണ്ടല്ലോ നമുക്ക്. ഇത് ഇത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കില്ല, സ്വല്പം വെള്ളം ഒഴിക്കില്ല. അതൊക്കെ നമുക്ക് അല്ലെങ്കിൽ പറ്റിച്ചിട്ടുണ്ടാകേണ്ട വരെ കുറച്ച് വെള്ളം, അടി പിടിക്കാത്ത രീതിയിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 ട്രിപ്പ് എങ്കിലും വെക്കേണ്ടി വരും. ഇത് നന്നാക്കാൻ കൊടുത്തായിരുന്നു. കുറച്ച് ആളായി ഇവനെ പുറത്തേക്ക് ഇറക്കിയിട്ട് വെച്ചു. അത് അന്തരീക്ഷം കനത്തു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ മുകളിലേക്ക് ഏകദേശം നോക്കിയ മഴക്കാർ വന്നു തുടങ്ങിയിട്ടല്ലോ. അപ്പോൾ മഴ പെയ്യുമെന്ന് അറിയില്ല. ഫസ്റ്റ് വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു വിസിലുണ്ട് അടുപ്പിച്ചോളല്ലേ. 1 മണി കിടന്നത്. നമ്മുടെ ചാർലിയും ഇമ്രാനും അപ്പുറത്തും കേട്ടാ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്കുള്ളതാണ് മുതലാളിയും എന്താ പറയുക കൊച്ചമ്മയും കൂടിയിട്ടുണ്ടാകുന്നു. അതെ, അടുത്ത വിസിൽ. ഇനി തീ ഓഫ് ചെയ്യാം കേട്ടോ. ചൂടാറി കഴിഞ്ഞ് ഇനി പുറത്തേക്ക് എടുത്തിട്ട് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാം. വെന്ത മണം വരുന്നുണ്ട്. മത്തങ്ങ വെന്ത മണം, അതാണ് ഇപ്പം പറയണത്. കുരങ്ങനെ വേണോ? വേണതാ? നമുക്ക് ഇത് ചൂടാറിയൊന്ന് നോക്കാം. കയറ് പോയില്ല. ജഗ് മുടി കെട്ടി വരുന്നു കേടാ. മുടി കെട്ടിപ്പോൾ ഇങ്ങോട്ടാ. ആ കോല മാറി കണ്ടാ. ആദ്യം തലയിൽ മുഴുവൻ ചപ്ര തലയിട്ടല്ലേ. മുടി വെട്ടി വൃത്തിയായി. മാവ് മതി. മാങ്ങ പൊട്ടി വീഴും. ഇത് മറ്റേ എപ്പോഴും ഉണ്ടാവണ മാങ്ങിന് തായ്ലൻഡാ. അങ്ങോട്ട് ഇതുമ്പോൾ കേട് വരുന്നുണ്ട്. മാങ്ങകൾ കുറച്ചുണ്ട് അതിൻ്റെ അടുത്ത് നോക്കി. ചെറുതാണെങ്കിൽ നോക്കി 5 മാങ്ങ. ഇത് 5 പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3, 4, 2, 6 മാങ്ങ. 6 മാങ്ങ പിടിച്ചിട്ടുണ്ട്. കേട് വരുന്നുണ്ട്. ടേസ്റ്റുണ്ട് ഈ മാങ്ങ, പക്ഷേ കേടിൻ്റെ ഒരു ഇതുണ്ട്. എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പഴക്കാറിൻ്റെ ടൈം ആവട്ടെ. നമ്മുടെ ടയർ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ടേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം. തുറക്കാം. അപ്പോൾ ചുരുങ്ങി. അതിൽ വെള്ളം ഉണ്ടല്ലോ. ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതിയില്ലേ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കണ്ട. അടിയിൽ പിടിച്ചിട്ടില്ല. തിരി വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വയ്ക്കാം. ഇതേ ചൂടാറിയിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ടിരണം. അല്ല, ഇതിലത്തെ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചാൽ പോരെ അടുത്ത് വേവിക്കാനായിട്ട്. അതാ ഇത് വെള്ളം ഉണ്ടല്ലോ. നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പം ഇനി വെള്ളം വേണ്ട. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടാ 3 വട്ടാക്കേണ്ട വരുന്നുണ്ട്. അത്രയ്ക്ക് അധികമുണ്ട് സാധനം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ടാ. മഴ പെയ്തു. ആകെ തോന്നുന്നു വയ്ക്കാം. ഇത് ബാക്കിൽ മുടി വേവിക്കാം കേട്ടാ. നമ്മുടെ ഇതിപ്പോൾ 2 പ്രാവശ്യം ആക്കി തന്നെ. ഇതിപ്പോൾ ചൂടാറാൻ വെച്ചു. ഇത് ചൂടാറി. ഇനി ഇത് മിക്സിയിൽ നമ്മൾ അരയ്ക്കണം കേട്ടോ. 1 പ്രാവശ്യം കൂടി വെച്ചിട്ടുണ്ട്. അത് ആകുമ്പോഴേക്കും നമുക്ക് ഇത് അരയ്ക്കാം. അങ്ങനെ മൊത്തം അരച്ച് വന്നപ്പോൾ ഇത്രയ്ക്കുണ്ട് ഈ സാധനം കണ്ട. മിക്സിയിൽ എല്ലാം കൂടി അരച്ചിട്ടുള്ളതാണ്. വേവിച്ച വെള്ളമൊന്നുമില്ല. അപ്പോൾ സ്വല്പം വെള്ളമാണ് ഒഴിച്ചത്. സരിതയെ കടയിൽ നിന്ന് വന്നിട്ടുള്ള വേഷത്തിലാണ് ഞാൻ പണി ഇത് ആക്കുമ്പോൾ. അത്ര നല്ല വേഷത്തിലിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ സുഖം സരിതയ്ക്കില്ലേ. ബുദ്ധിമുട്ടുള്ള പണികളൊക്കെ ചേട്ടൻ തീർത്ത് വെച്ചു. എന്നിട്ടാണ് നാളെ പാല് പിഴിഞ്ഞു, മത്തങ്ങ അരിഞ്ഞു മിക്സിയിലടിച്ചു വെച്ചു. അതന്നെ, മത്തങ്ങ അരിയല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. തൊലിച്ചെത്തല്. അപ്പൊ അത് തൊലിച്ചെത്തി. അത് വേവിച്ച് മിക്സിയിൽ അരച്ചു വെച്ചു. പിന്നെ നാളികേരപ്പാല് പിഴിഞ്ഞു വെച്ചു. എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും സെറ്റാക്കി ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ തുടങ്ങാൻ പോകണം കേട്ടാ. വല്ലതും പറയാണ്ട് വേറെ? അല്ല, നമ്മൾ ഇതിന്റെ രീതി എന്ന് പറയണത് അല്ലൻ ചേട്ടൻ കുമ്പളങ്ങ ഹൽവി ഉണ്ടാക്കിയതിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. വെള്ളം വേവിച്ച് അടിച്ചത് വരെ അതുപോലെ. പക്ഷെ വേവിച്ചിട്ട് അരച്ചത് അല്ലൻ ചേട്ടൻ നാളികേരപ്പാല് ചേർത്തിട്ടായിരുന്നു. നമ്മള് നാളികേരപ്പാല് വേറെ വെച്ചേക്കാം.
അത് പിന്നെ നമുക്ക് ഗ്യാപ്പിൽ ഒഴിക്കാം. പിന്നെ നെയ്യൊക്കെ നമ്മൾ ലാസ്റ്റ് ആവാറായപ്പോൾ ഒഴിച്ചത്. ഇത് ഫസ്റ്റ് തന്നെ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഉരുളിയിലാണ് വെക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞുരുളിയിൽ പറ്റില്ല. അപ്പം നമ്മൾ ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ അടപ്രഥമൻ പായസം വയ്ക്കുന്നതിൻ്റെ സിസ്റ്റത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. അന്നേരമാണ് ഈ നമ്മുടെ ഈ ഇതിൽ വരട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ല, പായസനെ വരട്ടി വരുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അല്ലാണ്ട് ഇത്ര വലിയ മത്തങ്ങാനും തൊട്ട് ചെയ്യാല്ലേ. ഞാൻ തന്നിയുടെ അടുത്ത് പറഞ്ഞിട്ടാ പോന്നെ, നാളെ മത്തങ്ങ ഹൽവ കൊണ്ടുവരാന്ന്. അവളുടെ 1/2 കിലോ ചക്ക ഹൽവ നമ്മുടെ മിസ്റ്റേക്ക് കാരണം അവിടെ പെട്ടുപോയില്ലോ. അതാർക്കും എനിക്ക് കിട്ടിയില്ല. അതെ, ഇപ്പം ശർക്കര നീരാണ് കേട്ടോ. നമ്മുടെ മറയൂർ ശർക്കരയാണ്. അത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇരിക്കി ഒഴിക്കുന്നു കേട്ടോ. എൻ്റെ ഉരുക്കൽ ചെറിയ ചെറിയ കട്ടകളുണ്ടല്ലേ ഇപ്പോഴും ഇല്ല. അത് കുറച്ച് സമയം ഉരുക്കി വെച്ചായിരുന്നു. അതിന് ഇത് 750 ഗ്രാം ശർക്കര നീരെടുത്തിട്ടുണ്ട് കേട്ടോ. 750 ഗ്രാം ശർക്കരയല്ല, ശർക്കര നീരല്ല, ശർക്കര. അപ്പോൾ നമ്മുടെ ശർക്കര നീരൊഴിച്ചു. ഇനി അതിലേക്ക് നമ്മുടെ ഈ സാധനം ഒഴിക്കാൻ കേട്ടോ. നമ്മുടെ അത് ഉരുളി നിറയെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. എപ്പോഴെപ്പോഴും ഇളക്കേണ്ട ആവശ്യം വരില്ല കേട്ടാ. ഇതിന്റെ തന്മാത്രത്തിൽ ഇത്തിരി കൂട്ടിപ്പെടുത്തുണ്ടാവും. കാരണം ഇത് മിക്സിയിൽ അടിച്ചിട്ട് അല്ലട അരിച്ചു. ഇതിലങ്ങനത്തെ ഇല്ല. അല്ലട കൊണ്ടത് ഇനി വെള്ളം പോലെ ഇരുന്നു. മനസ്സിലായ പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു. പൊട്ടിത്തെറിയാ. അതിനല്ല ഇത്രയ്ക്ക് നീളത്തിലുള്ള സാധനം. ഈ കയ്യില്ലാത്ത ബനിയം മാറ്റി ഫുൾ കൈ ഇട്ടിട്ട് വരേണ്ടി വരും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്കുള്ള പണി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീനിങ് ആയിരിക്കും. അതൊരു 1-1.5 പണിയായിരിക്കും. ഈ ചുറ്റുപാടല്ലേ. പൊട്ടിത്തെറി ഉണ്ടെങ്കിൽ ട്ടാ കുഴപ്പമില്ല. പറ്റുണ്ട ഇത് മിരുന്ന് ഇളക്കാനായിട്ട് ചിലപ്പോൾ പുറം വേദന ഒരു നല്ല സുഖം ഇളക്കാൻ. അതെ, കൊതിയ ഇളക്കാൻ. നോക്കി തിളക്കി നോക്കി 2 കണ്ണുകള് അപ്പുറത്തും കേട്ടാ. ഇത് 3ാമത്തെ മൂക്ക് കേട്ടാ. ശരിക്ക് അപ്പൊ ഈ കണ്ണു മൂക്കിനൊക്കെ ഞാൻ കളയാൻ പോകണട്ടാ. നോക്കി ഒരു നുള്ളു ഉപ്പ് കേട്ടാ. പിന്നെ ഒരു മഴ പെയ്തു. ഭയങ്കര മഴയല്ല, വെറുതെ ഒന്ന് ചാറിപ്പോയുള്ളൂ. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് അന്തരീക്ഷം തണുത്തു. നമ്മളവിടെ ഇവിടെ അത്യാവശ്യം മഴ പെയ്തു. ഓടുമ്പോൾ ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് നന്നായി ഇറങ്ങണ വിധത്തിലുള്ള മഴ പെയ്തില്ലേ ഭയങ്കരമായിട്ട്. അതെ, പക്ഷെ അന്തരീക്ഷം ഇങ്ങോട്ട് ആകെ തണുത്തു. ഞങ്ങളുടെ ഷോപ്പിന്റെ അവിടെ നല്ല മഴ പെയ്തു കേട്ടാ. ഞങ്ങളിങ്ങനെ റോഡിൽ ഇങ്ങനെ മഴ വീണത് കാണാൻ നല്ല രസമുണ്ട്. അത് നോക്കി നിന്ന് കുറച്ച് സമയം. അല്ലെങ്കിൽ ഈ സമയത്തൊന്നുകൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പുഴുകിയിട്ടിരിക്കാൻ പുഴുക്കുണ്ടാവും, ഒരു ഉഷ്ണം. പക്ഷെ ഇപ്പം അതില്ല. ആ ഒരു മഴ പെയ്ത കാരണം നനഞ്ഞിട്ടില്ലല്ലേ ശരിക്കും ഇവിടെ. പക്ഷെ പുല്ലിലൊക്കെ തണുപ്പ് ഫീൽ ചെയ്തു. എന്തായി നിങ്ങളുടെ മറ്റേ ഇവിടേക്ക് പോയിട്ട്? അല്ല ഇവിടേക്കല്ല, മറ്റേ വീഡിയോയില് ധന്യര ഓളി പേടിച്ചിട്ടുള്ളതേ. അതായത് ഇതിലേ ഇത്തവണത്തെ പൂരം എക്സിബിഷൻ ധന്യച്ച് തൂക്കിന്നാണ്. അതെ, ഇവര് മൈക്ക് വെച്ചിട്ടുണ്ട്. ധന്യം സരിതി മൈക്ക് വെച്ചിട്ടുണ്ട്. അതായിരുന്നു ഇവരെ ശബ്ദം നന്നായി കേൾക്കും. എല്ലാവരും നന്നായി ഓടിയിരുന്നു. അയ്യോ കൊല്ലണേന്നൊക്കെ പറയുന്നേ. അയ്യോ നിർത്തേന്ന് പറഞ്ഞിട്ടാ എല്ലാവരും ഓടിട്ടോടുന്നു. പക്ഷെ ഞങ്ങളുടെ ശബ്ദം മാത്രം കേട്ടോ. കുറ്റവാളികള് എനിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് പേടി വന്നാലും ആ പേടിക്കാനായിട്ടുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. ധന്യയുടെ നിലവിളി കാരണം ചിരിച്ച് ഞാനേ ശരിക്കും മരിച്ചോടത്ത് എണ്ണി പറയുന്ന നിലവിളിക്കണ പോലെ ധന്യ ഓരോന്ന് കിടന്നു ഇങ്ങനെ പറഞ്ഞോടാ. അന്ന് ചേട്ടൻ വീഡിയോ എടുത്തിട്ടില്ല അല്ലേ കുറെ സമയം? ഒരു കുഞ്ഞു കുട്ടിയുടെ അച്ഛനും അമ്മയും അങ്ങനെ അവര് കേറിയിരിക്കണ്ടായിരുന്നേ. അപ്പൊ ആ കുട്ടി ഭയങ്കര കരച്ചില്, ഇത് അതിനും കയറണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരതിനെ കയറ്റാണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇവര് അത് ഓപ്പറേറ്റ് ചെയ്യണ ആളോട് ചോദിച്ചാൽ കുട്ടീനെ കയറ്റണ്ടെന്ന് ചോദിച്ചപ്പോ അയാൾ ആന്ന് പറഞ്ഞു. അപ്പൊ ഇവരാ കുട്ടീനെ എടുത്ത്, എന്നിട്ട് അയാള് പറഞ്ഞു സെന്റർ ഭാഗത്തായിട്ട് കുട്ടീനെ എടുത്തിട്ട് അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ വലിയ കയറ്റ് പോലില്ലോ. എന്നിട്ട് അവരങ്ങനെ സെന്ററിലായിട്ട് ഇരുന്നേ. അപ്പൊ ആ കുട്ടിയുള്ള കാരണം കൊണ്ട് അവര് കുറച്ച് നേരാക്കിയുള്ള തുടക്കം കഴിഞ്ഞു. ഇത്ര ഉള്ളു. എന്നിട്ടല്ലേ തന്നെ നിർത്താൻ പറയണീ എന്ന് പറഞ്ഞ് ഓളിട്ടോടുന്നു. പക്ഷെ ആ കുട്ടി പേടിച്ചു തുടങ്ങി. അപ്പൊ അയാള് നിർത്തിയപ്പോ എന്റെ വിചാരം കഴിഞ്ഞു എന്നാ. എന്നിട്ട് ഞാൻ ഇറങ്ങാൻ നോക്കി. അയാള് പറഞ്ഞു
എന്നിട്ട് ആ കുട്ടീനെ ആ കുട്ടി അമ്മയും കൂടിയിട്ട് പുറത്ത് കയറി. കുട്ടി കരഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പേടിച്ചിട്ട് കുട്ടി അമ്മയും കൂടി പുറത്തിറങ്ങിയതിന് ശേഷാണ് ഇവരെ മോളിലേക്ക് വിട്ടു. ദൈവമേ. പിന്നെ അവിടെ നിന്ന് അങ്ങട് അയാള് അതന്നെ ഞങ്ങള് കേറിയ ടൈമില് ആ വഞ്ചി അത് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആൾക്ക് ആവേശം മൂത്തു. കാശും അത്യാവശ്യം കുഴപ്പമില്ല. ഒരു തന്നെ 10,000-4,000 രൂപ ഒറ്റയടിക്ക് ഒരാൾക്ക് 100 രൂപയാണ് 100 രൂപ. 10-40 പേരുണ്ട് ഒരു ട്രിപ്പില്. കേറിയിട്ടുണ്ട്. അതെ, അത്രയും പേരുണ്ട് ആ ട്രിപ്പില്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തുച്ഛമായ സമയം വരുന്നുള്ളോ, ഒരു 15 മിനിറ്റ് മാക്സിമം. തൊട്ട് മുന്നൊക്കെ ഞങ്ങള് നിന്ന് കണ്ടതാ. ഇത്തിരി നേരാക്കിയിട്ട് ഇറങ്ങി. ഇത്ര സ്പീഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്തൊരു സ്പീഡാ. ഞങ്ങൾ കൈ വിട്ടിട്ട് ഇങ്ങനെ നിന്നപ്പോഴേ കൈ വിട്ട് ഇങ്ങനെ തലയും കുത്തി വീഴാവോന്ന് തോന്നുന്നു. അതേപോലെ അയാൾക്ക് ആവേശം കേറി. പെണ്ണുങ്ങള് ഇരിക്കുമ്പോ അയാൾക്ക് ആവേശം കേറും. പെണ്ണുങ്ങള് മാത്രമൊന്നല്ല, ആണുങ്ങളും അല്ല, ഇത് ഓളിയിടല്ലേ. എനിക്ക് 1997 നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. 1997 നമുക്ക് ടാറ്റാ സുമിന്റെ ആയിരുന്നു. അല്ല, ഞാൻ വിറക് എടുക്കാൻ വിറക് വെക്കണം. അല്ല, എന്നിട്ടേ ഞാന് അന്ന് ബ്ലാക്ക് തണ്ടർ എന്ന് പറഞ്ഞിട്ട് മേട്ടുപാളയത്ത് കേട്ടിട്ടുണ്ടാവും. പണ്ടുള്ളവർക്ക് അറിയാം. ഇപ്പോഴും അതുണ്ട്, ഇപ്പോഴും ഉണ്ടാവും. ബ്ലാക്ക് തണ്ടർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ ആദ്യത്തെ ഒന്നുണ്ട്, ബ്ലാക്ക് തണ്ടർ. അപ്പൊ അങ്ങോട്ടാണ് പോയത്. അപ്പൊ എനിക്കറിയില്ല കേട്ടാ, എനിക്ക് അത്ര വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ കൂടെ ഈ ഒല്ലൂരത്തെ കുറച്ച് ചെറുപ്പം പിള്ളേരിലാണ് നമ്മുടെ ഒപ്പം ഞാൻ അവരെ കൊണ്ടുപോയത് ബ്ലാക്ക് തണ്ടർ. ബ്ലാക്ക് തണ്ടറും ഊട്ടിയും കൂടിയിട്ടാണ് ഇതായത്. ഞാൻ വണ്ടി ഓടിപ്പിച്ചിട്ട്, ഞാൻ ഡ്രൈവറാണ്. ആ, ഞാൻ ഡ്രൈവർ. നമ്മുടെ വണ്ടി ഡ്രൈവറൊന്നും ഇല്ലേ നമുക്ക്. ഡ്രൈവറൊന്നും വന്ന് എന്തോ വരാത്ത കാരണം ഞാനാണ് വണ്ടി എടുത്തത്. അവർ 8 പേരാണ്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് ഇവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള ടിക്കറ്റ് എടുത്തു എല്ലാത്തിരിക്കും. എനിക്കറിയില്ല. എന്നിട്ട് എന്നെ ഒരുത്തൻ പിടിച്ചു വലിച്ച് ഈ സാധനമുണ്ട്, ഈ വഞ്ചി ഇതിനേക്കാൾ ഉയരണ്ടെന്നുണ്ട്. അതുണ്ടാവും. ഇത് സാധാരണ എക്സിബിഷനുകൾക്ക് അത് സ്ഥിരമായിട്ടുള്ളതല്ലേ. അതില് കയറ്റി ഇരുത്തിട്ട് എന്നെ ഏകദേശം 3/4 അപ്പുറത്തേക്കാണ് കയറ്റി ഇരുത്തില്ല. അപ്പൊ നമുക്കിത് വഞ്ചി എന്നിട്ട് നിസ്സാരാന്ന് വിചാരിച്ചു. ഈ സാധനം അടിയത്ത് തുടങ്ങിയപ്പോഴേ ഈ മേട്ടുപാളയം ടൗൺ മുഴുവൻ കാണാൻ മോളിയും. അയ്യോ, തെങ്ങിന്റെ തെങ്ങും കവുങ്ങൊക്കെ അതിന്റെ തുമ്പത്തിക്കാണ് എത്തിക്കുന്നത്. ഇങ്ങനെയായിട്ട് പോയി. ഷോ, അന്നത്തെ ഒരു അത് മനസ്സിലായി സാധനത്തിന്റെ. പിന്നെ അത് കഴിഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെന്നെ മറ്റേ സാധനത്തിലേക്ക്, മറ്റേ മൂളിന്ന് ഇങ്ങനെ ചാല് പോലെ ഇങ്ങോട്ട് ഒഴുകി വെള്ളത്തിൽ ഭയങ്കരമായിട്ട് അതിൽ കയറ്റി തന്നെ ഉന്തിട്ടു. ഞാനൊറ്റ പോക്കാ പോയി. അടിയിലേക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഇത്തിരി ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ ധൈര്യങ്ങള് പോയി. എനിക്ക് എവിടെയോ എന്റെ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെ അയ്യോ, അങ്ങനത്തെ മേട്ടുപാളയം. ഇപ്പൊ മേട്ടുപാളയത്തിൽ 1997. അപ്പൊ 29 കൊല്ലം മുമ്പ്. എന്റെ 56 29 കുറച്ച് 97 27 വയസ്സ്. 27 വയസ്സുള്ളപ്പോ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ വലിയ പേടി ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊരു ചോരത്തളപ്പിന്റെ പ്രായമാണ്. ഞാൻ ഈ എക്സിബിഷനൊക്കെ എത്ര വട്ടം കേറിയിട്ടുണ്ടെന്ന് പറയുന്നത് കല്യാണത്തിന് മുന്നേ. എനിക്ക് അന്നൊന്നും അങ്ങനെ പേടി തോന്നിയിട്ടേ ഇല്ല. അല്ല, ആ പ്രായത്തിൽ നമുക്ക് ഇതൊന്നും വലിയ പേടി തോന്നില്ല. ഇപ്പൊ ജഗ്ഗു എന്ത് കൂളായിട്ട് പിടിച്ചോടൊന്നും കൂടി ഇല്ല. അതുകൊണ്ട് ജഗ്ഗുനാകെ ധന്യയുടെ മുടി വായ പോയിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ധന്യയുടെ ഓളി. പിന്നെ അവന് പേടിയുണ്ടെന്ന് അല്ല, പേടി ചില പുള്ളിയിലുണ്ടാവും. പേടിയുണ്ടെന്ന് അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, അല്ല എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാന്നുള്ള ഒരു അപ്പോൾ ആത്മധൈര്യം സംഭരിക്കുന്ന ഒരു ഇതുണ്ടാവും ചെറിയ പിള്ളേർക്ക്. ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു പള്ളി പെരുന്നാളിന് മറ്റേ ഇതില് യന്ത്രൂഞ്ഞാല് പണ്ടൻ അതില് കേറിയിട്ടുണ്ട്. അതിൽ കയറിയിട്ട് ഇങ്ങനെ മോളിലേക്ക് പോയിട്ട് അയാൾ മോടി കൊണ്ടിട്ട് നമ്മളൊക്കെ നിർത്തി. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആട്ടി. ദൈവമേ, തൃശ്ശൂർ ടൗൺ കാണാം. അവിടെ നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ വലിയൊരു പള്ളിയുടെ ആ സാധനത്തിന് മോളി ചെയ്തിട്ട് പക്ഷെ പേടിയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇത്. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ആന്തലാണ്ട് വരും. പക്ഷെ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. നമുക്ക് പേടി. അപ്പൊ പേടിനെ കുറിച്ച് അത്രയ്ക്കേണ്ട അറിയില്ലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഐസ്ക്രീം കഴിച്ചല്ലോ, ഒരു കോൺ, ട്രൈക്കോൺ. അത് തന്നെ പകുതി, അത് ചെറുതാ പക്ഷെ പകുതി കഴിച്ചോളൂ.
എന്നിട്ട് അവളെ എന്നോട് പറയാം എനിക്ക് കഴിക്കാൻ പറ്റില്ലടി, എനിക്ക് എന്തൊക്കെയോ എൻ്റെ വയറിൻ്റെ സാധനങ്ങളൊക്കെ വിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, കണക്ഷൻ വിട്ട് കിടക്കണ പോലെ, അത് കാരണം കഴിക്കുമ്പോൾ ശരിയാവണില്ലാന്ന്. ഇപ്പോഴും ശരിയായിട്ടില്ല ആള്. ഇന്നിപ്പോൾ വന്നിട്ടും അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന പിന്നെ ഛർദിച്ചൊന്നുമില്ല ഞങ്ങള്. ചിലര് മറ്റേ ഈ ഇങ്ങനത്തെ സാധനമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത് ഒരു ഇത് വട്ടം, അതിന്റെ മുകളിൽ കുറെ ഈ കസാരകളും കാര്യങ്ങളും അതിങ്ങനെ തലങ്ങ് വിലങ്ങ് ആടും. ഞാൻ കണ്ടിട്ട് നമ്മള് എവിടേക്ക് പോയപ്പോഴാണ് ഇതേപോലെ തന്നെ ബ്ലാക്ക് തണ്ടറിലേക്ക് തന്നെ പോയപ്പോൾ തന്നെ ഒരു ഒരു ഇംഗ്ലീഷുകാരി പെൺകുട്ടി, ചെറിയ കുട്ടി, ഒരു 10-14 വയസ്സായ കുട്ടി, അതിൻ്റെ ഒപ്പം ഒരു നീഗ്രോ കുട്ടിയുണ്ട്. അവരുടെ ഫാമിലി മൊത്തം എവിടെ നിന്നാണ് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ഇതിൽ കയറി ഇതിങ്ങോട്ട് കിടന്ന് ഭയങ്കര ധൈര്യത്തിലൊക്കെ കയറിയത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങിയ വഴിക്ക് കുട്ടി ഒറ്റ കൊട്ടല്ല ഛർദിക്കല്. ആ പ്രദേശം മുഴുവൻ പൂക്കുറ്റി പോലെ ഇംഗ്ലീഷുകാരി കുട്ടി ആകെ വശം നിറഞ്ഞു. അതാ പറഞ്ഞു തലയെ നമ്മുടെ തലയൊക്കെ വരിക. അല്ല നമുക്ക് അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടങ്ങളിലൊന്നും ഈ സാധനം ഇല്ല, ഒറ്റ സ്ഥലത്തും ആയിട്ടില്ല. പോയിട്ട് നോക്കി നമുക്ക് ഇരിക്കാം. ബാക്കിയുള്ളവര് ധൈര്യമുള്ളവര് കയറണത് നോക്കാന്ന് മാത്രം. ധൈര്യമുള്ളവർ കയറിയാലും ഒത്തിരിയൊക്കെ ബുദ്ധിമുട്ട് വരും. അയ്യോ ആക്ക് ടൂർ പോയിട്ടേ ഹൈദരാബാദിൽ ടൂർ പോയിട്ട് മദ്രാസ് കൂടിയിട്ടാണ് വന്നേ. അന്ന് ചെന്നൈ കൂടിയിട്ട് വന്നേ, ചെന്നൈ മദ്രാസ് എന്നല്ല പറയാം, ചെന്നൈ കൂടിയിട്ട് വന്നു. ഞങ്ങൾ ഹൈദരാബാദിക്ക് ആദ്യമായിട്ട് ടൂർ പോയിട്ട് ടെമ്പർ ട്രാവലർ ടൂർ പോയത് 98-ലാണ്, 98-99. ഒരു വരുമ്പോൾ കിഷ്കിന്തിയില്ലേ അതിൽ കയറി. എന്നിട്ട് ഈ വലിച്ചെറിയുന്നൊരു സാധനം ഉണ്ട്, ഇങ്ങനെ പോണ സാധനം, അത് നമ്മളെ വലിച്ചിങ്ങോട്ട് എറിയും. ആ സാധനം അതിൽ സതീഷൊക്കെ കയറിട്ടേ, സതീഷിനൊരു പേടിയില്ല. എൻ്റെ ദൈവമേ, അതിലുള്ളൊരു വലിച്ചെറിയാന്ന് പറഞ്ഞ് വലിച്ച് എറിഞ്ഞ് ഇങ്ങോട്ട് നമ്മളതിൽ തന്നെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്, വലിച്ചങ്ങോട്ട് ഒറ്റ ഇങ്ങനെ ഒറ്റ പോക്ക് ഇങ്ങനെ ഒറ്റ പോക്ക്. അതില് ഉള്ള ഒരു നിലവിളിയാണ്. ഈ നിലവിളി എന്നല്ല, മദ്രാസ് മുഴുവൻ മുഴങ്ങണ നിലവിളിയായിരുന്നു. അങ്ങനെ കുറെ ഇതുകൾ. അല്ല ഈ മറ്റേ ഹോളിവുഡിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഭയങ്കരമായ റൈഡുകളുണ്ട് പറഞ്ഞു. പിന്നെ ഈ സിംഗപ്പൂരാ, ഹോങ്കോങ്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഉണ്ടല്ലേ ഈ ഡ്രാഗൺ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള പരിപാടികൾ കുറേ സാധനം. മനുഷ്യന്മാരെ ആന്തൽ പിടിപ്പിക്കാനായിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടതേ തുള്ളിൽ വേണ്ട വലിയ ഇതിന്റെ തലേനായിട്ട് വരുന്നില്ല. പൊട്ടിത്തെറിക്കൽ എന്തോരം ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോ പുകയിലേക്ക് അടുപ്പായ കാരണം ഇത് കൊറേ ടൈം എടുക്കും തോന്നുന്നുണ്ട് ചേട്ടാ പറ്റി വരാൻ. ഇതില്ല കട്ടി തുടങ്ങിയില്ല പെട്ടെന്ന് അല്ലേ? കട്ടിയില് നമ്മുടെ തീ ഇവിടെ വലിയ അടുപ്പല്ലല്ലോ. ഇത് ശരിക്കും പറയണെങ്കിൽ നമ്മുടെ ആ ഗ്യാസ് അടുപ്പില്ലേ, അതിൽ വെച്ച് കഴിഞ്ഞാൽ പാണം വെച്ച പോലെയാവും. ഇത് ശരിക്കും തീ കേട്ടില്ലോ. ഇത് ഈ ഉരുളിക്ക് പറ്റില്ല, നമ്മുടെ കുഞ്ഞു ഉരുളിക്ക് കറക്റ്റാ. പക്ഷെ ഇത് കുഞ്ഞു ഉരുളിയിൽ കൊള്ളില്ലല്ലോ, സെന്റർ മാത്രം തിളക്കുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മ. വല്ലാണ്ട് ഇളക്കണ്ട ചേട്ടപ്പോ. നമ്മുടേത് ഇത്തിരി കട്ടിയായി തുടങ്ങിയിട്ട് തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുറ്റുവട്ടമൊക്കെ നല്ല പാടുകൾ ഉണ്ട്, ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അത്രയ്ക്ക് ഭീകരമല്ല, എന്നാലും അത്യാവശ്യം തെറിക്കുന്നുണ്ട്. ഭീകരാവണെങ്കിലേ മറ്റേ അടുപ്പാവണം, ചുറ്റും ഇങ്ങനെ തീ കത്തണം. ഇതിപ്പോ സെന്റർ മാത്രമല്ല തിളക്കണുള്ളൂ, സെന്ററിലത്തെ മാത്രം ഇങ്ങനെ വലിയ പേടിക്കാനില്ലെന്നുകൊണ്ട് കട്ടിയാവട്ടെ. വറ്റി കുറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തിരി ഇത് 2 നാളെ ഒന്നാം പാലും 2ാം പാലും കൂടിയതാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളേ. അത് തന്നെയാണ് അടിച്ച് പൊളിച്ച് കണ്ട. അപ്പൊ അധികം വെള്ളം ഒഴിക്കാണ്ട് ചേട്ടൻ കട്ടി പാല് അടുത്തല്ലേ. എന്നാലും 2 പാലിന്റെ 2 നാളികത്തിന്റെ പാലുണ്ടാ. തന്നെയാണ്. ഞാൻ നന്നായി ശരിക്കും നന്നായി വീഴുമ്പോ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അല്ല വെള്ളമാക്കിയിട്ട് എന്താ കാര്യം കണ്ട. അതിന്റെ ഈ ക്രീം പോലെ എടുക്കുന്നുണ്ട് എപ്പോഴും, അതിനാ കട്ടി പാലായി കാരണം കണ്ട. തിളക്കണ്ടേ ഈ പാലും കൊണ്ട് ഒഴിച്ചാലോ? ഈ പാലും ബാക്കിയുള്ള അല്ല ബാക്കിയുള്ള കൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാലേ പിന്നെ നീ പറഞ്ഞ പോലെ ഇത് എണ്ണ തെളിയണല്ലോ. നാളികപ്പാല് ലാസ്റ്റ് ഒഴിച്ചാൽ ശരിയാവില്ല. അത് കിടന്ന് തിളച്ച് എല്ലാ വെളിച്ചെണ്ണ ഇങ്ങനെ തിരിഞ്ഞു വരണ്ടേ. വേഗാവും. അല്ല വേഗാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാവും, എപ്പോഴെങ്കിലൊക്കെ ആവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടത്തെ പോലത്തെ ഒരു വിറകടുപ്പ് വേണല്ലേ. എല്ലായിടത്തും പുല്ല് വെച്ച് ഇനി എവിടെയാ അങ്ങനത്തെ ഒരു അടുപ്പ് സെറ്റ് ചെയ്യണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കണേ അങ്ങനത്തെ അടുപ്പ് വേണം.
ഇതില് കണ്ട തള എല്ലായിടത്തും എത്തില്ല. നമ്മളതിന് കുഞ്ഞു കുടുംബല്ലേ, അപ്പോൾ പിന്നെ എന്തോരം വേണം. ഇത് വലിയ അടുപ്പ് നമുക്കിൻ്റെ ആവശ്യമില്ലേ. സമയം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളത് നോക്കിയാൽ ചുരുങ്ങി തുടങ്ങിയിട്ടാ കേട്ടാ. ഇത്രയ്ക്കായി. ഇത് രാത്രി 10 മണിയാവും തരുതാ കഴിയുമ്പോൾ. ഇപ്പോൾ സമയത്തരായി? 10 മണിക്കൊന്നും കഴിയുന്നു തോന്നുന്നില്ല. ഇപ്പൊ 9:10. 10 മണിക്ക് കഴിയും. അന്ന് മത്തങ്ങയുടെ നമ്മൾ സമയം പറഞ്ഞ് ലാസ്റ്റ് കഴിഞ്ഞപ്പോ ടൈം പറഞ്ഞില്ല എന്ന് കമന്റ്സ് ഉണ്ടായിരുന്നു. കൃത്യം 10 മണി അല്ലേ? മത്തങ്ങയുടെ അല്ല, കുമ്പളങ്ങയുടെ അല്ല ചേട്ടൻ്റെ അവിടെ. ഇത് 10 മണിക്ക് കഴിയുമെന്നൊന്നും അറിയില്ല. 10 മണി കഴിയായിരിക്കില്ല. കഴിയും. പൊട്ടിത്തെറിയൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അല്ലേ? കുറഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ ഏലക്കായ പൊടി ഇരുന്നിട്ടാ. ഏലക്കായ പൊടി ഇരുന്ന് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് കൂടി കേട്ടാ. ചുരുങ്ങി ആള് കണ്ട. നമ്മളത് ചുരുങ്ങി ഇത്രയ്ക്ക് ആയിട്ടാ. അപ്പോൾ നമ്മൾ നെയ്യ് കുറവാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഒരു 2-3-4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നു കേട്ടാ. അല്ലെങ്കിൽ മത്തങ്ങയുടെ ജാതി കുത്തുണ്ടാവും. 1 ടീസ്പൂൺ കൂടെ ഒഴിച്ചോ മതി. ഇനി ചെറുതായിട്ട് ഡാർക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറുത്ത് പോയി ഇടാം. അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരിയും ഇതിൽ ചേർക്കാറായി. അപ്പോൾ ഇത് ഇപ്പുറത്തെ അടുപ്പിൽ ആക്കിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ പാത്രമൊക്കെ കൊണ്ടാ വന്നേ. പക്ഷെ ഇനി ഇതൊന്നും ആക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ അടുപ്പ് കത്തിക്കാൻ നിൽക്കണം, വിറക്. അപ്പൊ അത് കാരണം ഞാനിത് അടുക്കളയില് സ്റ്റൗവില് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആക്കിയിട്ട് കൊണ്ടുവരാട്ടാ. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി നല്ലോണം ഇടുന്നുണ്ട്. അടിപൊളിയായിക്കോട്ടെ. ഞാൻ അതിൻ്റെ പേരിൽ ഈ മത്തങ്ങര മണം അല്ല, മത്തങ്ങയ്ക്ക് പോരായ വേണ്ട. നീ എന്നെ അപമാനിച്ചു എന്നുള്ള പരാതി പാടില്ല. കുമ്പളങ്ങയ്ക്ക് മാത്രം പരിഗണന കൊടുത്തിട്ട് മത്തങ്ങയായ എന്നെ തളഞ്ഞു എന്ന് പറയാൻ പാടില്ല. ഇതാ 15 കിലോ കുമ്പളങ്ങ അലുവ ഉണ്ടാക്കിയതിലേക്ക് ചേർത്ത് അത്രയ്ക്ക് ഏതാണ്ട് ചേർത്തുണ്ടെന്ന് തോന്നൂല്ലേ അണ്ടിപ്പരിപ്പ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇതാവട്ടെ അവസാനിപ്പിക്കും. ഒരു ബലമൊക്കെ വന്നു കേട്ടാ ഇളക്കുമ്പോൾ കൈക്കല്ല ഈ അലുവയ്ക്ക് ഒരു ബലമൊക്കെ വന്നു. കൈൻ്റെ ബലമൊക്കെ തവിട് പൊടിയായി. ഇത് ആപ്പാട് ഒരു കുഞ്ഞിരിക്കണതിലേക്കുള്ള ഈ ചുരുങ്ങി പരുവായി. ഇനി ഇത് വേണമെങ്കിൽ കുറേ നേരം സമയം ഉണ്ടെങ്കിൽ ഇളക്കി അങ്ങനെ ഇരിക്കുക നമുക്ക് നേരം വിളിക്കണവരെ. അപ്പൊ നല്ല ഡാർക്ക്, ഭയങ്കര ഡാർക്ക് നേരം വിളിക്കണവരൊക്കെ ആക്കിയ അതിനൊരു കണക്കുണ്ട്. അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് എന്താ പറയാ ഹാർഡാവും. ഇളക്കി ഈ സാധനത്തിന് ബലം കൂടി കിടക്കുക. ഭയങ്കര ബലമായി തുടങ്ങി. എനിക്ക് ഇതിങ്ങനെ ഇളക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പൊ നിർത്താണ് ഞങ്ങൾ ഇനി മതി തീരുമാനിച്ചു. അപ്പൊ നമ്മള് ഈ കിണ്ണത്തിലേക്ക് എടുക്കണം കേട്ടാ. ഇനി ഞങ്ങൾ ഇടയ്ക്ക് ടേസ്റ്റ് ഒക്കെ നോക്കി തുടന്നു കേട്ടാ. ഒരു കാര്യം പറയാതെ വയ്യ, ഇത് ആരും ഉണ്ടാക്കരുത്. അതന്നെ കുമ്പളങ്ങ നിങ്ങൾ ഉണ്ടാക്കിക്കോ. കുമ്പളങ്ങ അലുവയുടെ 7 ഇലക്കത്ത് വരില്ല ഈ സാധനം അല്ലേ? കുമ്പളങ്ങ രാജ്യവാ. ഇത് എന്തൊരു പോരായ്മന്നറിയോ, ഇതൊരു തിള കൂടുതലാണ്. പിന്നെ അതല്ല, ആ മത്തങ്ങേര ഒരു മണം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അത് കളയാനായിട്ട് നമ്മൾ നന്നായി നെയ്യൊക്കെ നോക്കട്ടെ. നാളത്തേക്ക് ചൂടാറുമ്പോ മണം പോകുന്നു നോക്കിയോക്കാം. അല്ല ഏലക്കായ പൊടിയും ഇതൊക്കെ ഇട്ട് വന്നപ്പോ കുറഞ്ഞു അത് നല്ലോണം. നെയ്യും ഏലക്കായും ചേർക്കുമ്പോൾ കുറേ മണം പോവും. പണിയെടുത്ത് നമ്മളെ അവസാനിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ഇട്ടെറിഞ്ഞ് പോവാന്ന് തോന്നില്ലേ. അങ്ങനത്തെ സ്വഭാവം തോന്നുന്നു ഇതിനോട്. ഇട്ടെറിഞ്ഞിട്ടേ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞിട്ട് മത്തങ്ങോടെ അങ്ങനെ അവസാനിക്കില്ല. അങ്ങനത്തെ ഒരു ഇലയുണ്ട് മതിയില്ലേ. ഇതൊക്കെ നമുക്ക് വടിച്ചെടുക്കാം. ഉരുളിമത്തി വടിച്ചെടുക്കാം. ഇല കൊണ്ട് നമുക്ക് വെറുതെ ഒരു മിനുക്ക് പണി നടത്താം. നെയ്യ് അതൊന്നും കണ്ട നെയ്യ് വന്നിട്ടില്ലേ? നെയ്യ് പിടിക്കണില്ലേ? അത് എത്ര സമയം ആവാണ്ടിട്ട് ചേട്ടാ. അത് പിന്നെ ഇളക്കാൻ പറ്റി കട്ടി കൂടി വന്നു നിർത്തി. അത് എങ്ങനെയാണ് ഇതുമ്പോ കുറച്ച് നെയ്യാക്കണം. നെയ്യാക്കി പൊട്ട് നെയ്യാക്കി ഭംഗിയായില്ലേ. അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം കേട്ടാ. നാളെ മുറിക്കാം നമുക്ക്. ഭയങ്കര ചൂടാ. സമയം രാത്രി 10-10:30 ആയി.
രാത്രി 10:30 പറയുന്നത്. എപ്പോൾ തുടങ്ങിയതാ? 4:30 തുടങ്ങിയതാ പണി. 4:30 തുടങ്ങിയതാ പണി. മുറിക്കാൻ തുടങ്ങിയിട്ട് രാത്രി 10 വരെ. ഈ സാധനം നോക്കി നിങ്ങൾ ആലോചിക്കുക. ഇത് ഒരു 5000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുതലാവൂ? അവിടെ 1 കിലോ പോലും ഇല്ല. 1 കിലോ പോലും ഇല്ല. അപ്പൊ ഇത് ലാഭകരമല്ല. ഇതിന്റെ ടേസ്റ്റ് നമുക്ക് നാളെ ശരിക്കും നോക്കാം. അപ്പൊ തണുത്തിട്ടേക്ക് ഇപ്പൊ ശരിക്കും എനിക്ക് തോന്നണത് കുറച്ചും കൂടി ആവാണ്ടെന്നാ. കാരണം ഇതിലത്തെ മറ്റേ നാളികേരപ്പാലത്തെ വെളിച്ചെണ്ണയാ, നെയ്യ് ചേർത്തൊന്നും തെളിഞ്ഞിങ്ങനെ ഇളക്കാൻ പറ്റില്ലേ? ഭയങ്കര കട്ട കുത്തി ഭയങ്കരമായിട്ട് അടുത്തു. പിന്നെ ചേട്ടൻ തന്നെയാട്ടോ ഇളക്കി ഉടന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ശരി, അപ്പൊ നാളെ കാണാം. കടന്നു നോക്കണ്ട. നമ്മുടെ അലുവ, മത്തങ്ങ അലുവ ടേസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടാ. സരിതയാണെങ്കിൽ ഷോപ്പിലേക്ക് പോയേക്കാം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറഞ്ഞേക്കാളും നല്ലത് നമ്മുടെ പ്രേമം വന്നിരിക്കുന്നുണ്ട് ഇവിടെ. പ്രേമനൊരു കഷ്ണം കൊടുത്തിട്ട് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആ പഴകൂടി മനുഷ്യൻ ചവിട്ടി പണിയെടുത്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു സാധനം ഇറക്കി. അപ്പോൾ മറ്റേ ഇളക്കി ഇളക്കി വയ്യണ്ടേ? അയ്യോ മനുഷ്യൻ ചവിട്ട് പിടിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ? ഇതെന്തുകൊണ്ടുള്ളതാ? മത്തങ്ങനിത്. മത്തങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അലുവ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണേ? ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മത്തങ്ങ അലുവ ഉണ്ടാക്കുന്നത്. ഇത് ടൈറ്റ് കുറവുണ്ടോ മറ്റേ അലുവ? അങ്ങനെ ടൈറ്റ് ആവണ്ടല്ലേ ഇത്? ആവണ്ടല്ലേ? ആവണ്ട ആവശ്യമില്ലല്ലേ? അല്ല, ആവണ്ട ആവശ്യമില്ല എന്നല്ല. ആവണമെങ്കിൽ രാത്രി 12 മണി വരെ ഇട്ട് ഇളക്കി കഴിഞ്ഞിട്ട് ഇളക്കി 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 വേണ്ടാവും അല്ലേ? ഓ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തിൻ്റെ ടേസ്റ്റ് അറിയോ? ചക്കയുടെ ആണോ? അല്ലേ? അതെ, മത്തങ്ങയുടെ മണം ഫുള്ള് വിട്ടു പോയിട്ടില്ല. ഒരു നേരിയ ഇതിലുണ്ട്. അവിടെ നല്ല ടേസ്റ്റാണ്. ഇതാണ് മത്തങ്ങ കൊണ്ട് പായസം വെക്കണേ. മത്തങ്ങയുടെ പായസം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മത്തങ്ങയുടെ കുത്തുണ്ടാവും. ഇല്ലേ? അയ്യോ, മറ്റേ വലിയ വലിയ സദ്യകൾക്കൊക്കെ ഇപ്പോൾ അതല്ല വെക്കണം. അടിപൊളിയല്ലേ? ഇത് നല്ല ടേസ്റ്റ് കിട്ടാ. ഞാൻ വിചാരിച്ച പോലെ ഇല്ല. ഇത് ഒരു അരമണിക്കൂറും കൂടിയും അതിലിട്ടിട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എത്ര മണിക്കൂർ എടുത്തു? ദൈവമേ, ഉച്ചയ്ക്ക് 4 തൊട്ടിട്ട് പണി തുടങ്ങിയത് ഞാൻ. ഇത് കഴിയുമ്പോൾ രാത്രി 10. എന്നിട്ട് ഈ പരിപാടിയുള്ളൂ. ഇത് ഇത്രയ്ക്ക് കിട്ടിയത് വിചാരിച്ച പോലെ അല്ലാട്ടാ. ഗംഭീര ടേസ്റ്റാണ്. അടിപൊളിയാണ്. ഇതൊക്കെ ഭയങ്കര ഹെൽത്തി സാധനങ്ങളല്ലേ? ഇത് വേറെ മറ്റേ കുഴപ്പമില്ല. മറ്റേ മൈദ കൊണ്ടല്ലേ മറ്റേ ഉണ്ടാക്കുന്നത് സാധാരണ അലുവ. ഇത് ഇനി മത്തങ്ങ മാത്രമല്ല. മത്തങ്ങ മാത്രമേ ഉള്ളൂ? അരി ഒന്നും വേണ്ടേ വേറെ? പിന്നെ നെയ്യ്, ശർക്കര, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്കായ കഴിഞ്ഞു. നാളികേരപ്പാല്. അല്ല അതല്ല ഞാൻ പറഞ്ഞ വേറെ ഈ മറ്റേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതായത് ഇതുണ്ടാക്കി ഇത് ഇത്രയും കൊടുക്കണമെങ്കിൽ ഒരു 5000 രൂപ കൊടുത്താലും ഞാൻ മുതലാവുള്ളൂ ഈ സാധനം. എത്ര മത്തങ്ങയുടെ എടുക്കണ പണിക്കല്ലേ? തരാട്ടാ. എന്നിട്ട് അപ്പൊ എന്താ ഗ്യാസിലാണ് ഉണ്ടാക്കണേ? വിറകടുപ്പില്. പൊട്ടിത്തെറിയാണ് ഭയങ്കരം. അപ്പൊ പ്രേമന് ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഞാൻ അത് വിചാരിച്ചില്ല അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുന്നു. മുമ്പ് അജൂര് അലുവ ഉണ്ടാക്കിയില്ലേ പണ്ട്? വേറെ എന്തോ? അത് അരിയ. അത് അടിപൊളിയാ. അത് പക്ഷെ ഇത്ര പണിയില്ല അല്ലേ? എല്ലാത്തിനും പണിയുണ്ട്. ഈ സാധനത്തിന്റെ അത്രയ്ക്ക് പണി കുറഞ്ഞ പരിപാടി എന്താണെന്നറിയോ? കഴിക്കില്ല. സുഖമായ ഞാൻ സത്യത്തില് വിചാരമായിട്ട് വന്നതാ. ഞാൻ ഈ കുരിയച്ചറ വരെ വന്നതാ. അപ്പൊ ഞാൻ അങ്ങനെ വന്നത്. എൻ്റെ ഭാഗ്യം നോക്ക്. അല്ലെങ്കിൽ ഇത്രയും പ്രഷ്യസ് ആയിട്ട് ഈ സാധനം കിട്ടുമായിരുന്നോ? ഇനിയിപ്പോൾ നാളെ നമ്മൾ ഷൂട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വരും. ജയന്തിയും പ്രേമനും നമ്മുടെ ശശിയമ്മ നമ്പ്യാരും എല്ലാവരും വരും. അപ്പോൾ അവർക്ക് മുന്നിൽ കൊടുക്കാം. അപ്പോൾ അടിപൊളി സാധനം കേട്ടോ. അത് ഉണ്ടാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. നമ്മുടെ അകത്ത് അടുക്കളയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുമരും മുഴുവൻ വൃത്തിയാക്കണമെങ്കിൽ വേറൊരാളെ നമ്മൾ വിളിക്കേണ്ടി വരും. പൊട്ടിത്തേറി കയ്യുമ്മിലൊക്കെ നിറയെ കൊള്ളും. അപ്പോൾ ശ്രദ്ധിച്ചുണ്ടാക്കുക. പുറത്ത് ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ പൊട്ടു അല്ലേ? തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരിട്ടപ്പോൾ അടിപൊളി. ഇനി വേണം പ്രേമനെ? വേണ്ട, മതി. അടിപൊളി, സൂപ്പർ.